ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല കേട്ടോ, എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ പറയാറുണ്ടെങ്കിലും ഒടുക്കത്തെ ടേസ്റ്റാണ്. പോയില്ലേ? പോയതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വാ. ഇങ്ങനെ കണ്ടോണ്ടിരുന്നാൽ മതിയോ? വീട്ടിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ? പോയിട്ട് വാ. അപ്പൊ ഗൈസ്, വെളിച്ചെണ്ണയെ തൊട്ട് തൊഴുതിട്ട് വേണം നമ്മൾ മലയാളികൾ ഇപ്പൊ ഓരോ ദിവസം കഴിഞ്ഞു കൂട്ടേണ്ടത്. കാരണം വെളിച്ചെണ്ണയുടെ മൂല്യം അത്രയ്ക്കും ഹൈ ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറാണ്. നെയ്ച്ചോറിന് എന്തിനാ വെളിച്ചെണ്ണ എന്ന് ചിന്തിച്ചാണ് ഞാനും ചിന്തിച്ചത്. പക്ഷെ നെയ്ച്ചോറിന് ഞാൻ നെയ്യാണ് ഉണ്ടാക്കുന്നതെങ്കിലും ചിക്കൻ കറിക്ക് ഞാൻ വെളിച്ചെണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത്. അതങ്ങനെയാണല്ലോ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നാണ്. കാരണം ചിക്കൻ കണ്ടാൽ എനിക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം. അപ്പൊ എന്റെ കൊടും ക്രൂരയായ എന്റെ അമ്മ പറഞ്ഞു, നിനക്ക് ചിക്കൻ നിർത്തി പൊരിച്ചിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ഇവിടെ വെളിച്ചെണ്ണ ഇല്ല. എനിക്കാണെങ്കിൽ വെളിച്ചെണ്ണ വറുത്ത തന്നെ വെളിച്ചെണ്ണയിൽ വറുത്ത ചിക്കൻ കൊണ്ടേ എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂ. പറ്റൂ 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 പറ്റൂ. ഒടുവിൽ തർക്കത്തിൽ അമ്മ ജയിച്ചു. എന്നിട്ട് അടുക്കളയിലുള്ള ചെറിയ കുപ്പിയിലെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അമ്മയെ കുറിച്ചല്ല പറഞ്ഞു കേട്ടോ, വെളിച്ചെണ്ണയെ കുറിച്ചാണ് പറയുന്നത്. അത്രയ്ക്ക് വില കൂടിയത് കൊണ്ടാണല്ലോ അമ്മ അങ്ങനെ പറഞ്ഞു. അമ്മയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാൽ ഇതുപോലത്തെ വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ നമുക്ക് കാശ് ഉണ്ടാക്കണം. അതായത് കാശ് കൂട്ടണം. കാശ് കൂട്ടണമെങ്കിൽ ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് ഞാൻ PSCന്റെ കാര്യം പറയാൻ വന്നത്. PSCയിൽ ഇപ്പൊ പുതിയ പുതിയ വേക്കൻസീസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, പഴയ വേക്കൻസി ഇന്ന് ലിസ്റ്റൊക്കെ ഇട്ടോ? നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വല്ലതും ഉണ്ടോ? എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ വരാനാണ്? പുതിയ വേക്കൻസിയുടെ കാര്യങ്ങൾ എങ്ങനെ അറിയാനാണ്? ഇങ്ങനെ യൂട്യൂബിൽ പാചകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ പഠിക്കും? 10 അക്ഷരം പഠിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഫോണും കുത്തിയിരിക്കാൻ പറ്റുമോ? കൊള്ളാവോ? പഠിക്കുന്ന കാര്യം ആലോചിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികൾക്ക് എന്തോരമാണ് പഠിക്കാനുള്ളത്. എൻ്റെ ദൈവമേ, നമ്മൾ ആദ്യം PhD എടുത്തിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ. അമ്മാതിരി തലച്ചോറ് നമുക്ക് ആദ്യം വേണം. എനിക്കറിയത്തില്ല. സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്തോ സ്കൂൾ ഫീസാണ് ഇപ്പോഴത്തെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുന്നില്ല. അത് തന്നെ. അല്ല, ഞാൻ പറഞ്ഞു ഏതെത്താ പറയുന്നത്? ഞാനിപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയെ കുറിച്ച് പറയാനല്ല വന്നത്. ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ്. ഏതായാലും എൻ്റെ സംസാരം ഞാൻ ഇവിടെ നിർത്താൻ, ഇല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കത്തില്ല. അപ്പം ഗൈസ്, നിങ്ങൾ എൻജോയ് ചെയ്യും. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എൻജോയ് ചെയ്തു. അപ്പം ഞാൻ ഇനി കഴിക്കുന്നതും കൂടെ എൻജോയ് ചെയ്യും. നിങ്ങളെ കൊതിപ്പിക്കലാണ് എൻ്റെ മെയിൻ പ്രയോറിറ്റി എന്ന് മനസ്സിലായല്ലോ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. കീപ് വാച്ചിങ്. എന്താന്ന് കഴിച്ചാലോ? നിങ്ങളെ കൊതിപ്പിക്കുന്ന പരിപാടി എനിക്ക് അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഐ ഷോ യു ഹൗ ഈവൻലി ദ ചിക്കൻ ഹാസ് ബീൻ കുക്ക്ഡ്. എന്തോ സോഫ്റ്റാണ്. ഹെവൻ.